സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി VDS സർക്കാർ. 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കും. ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDFന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. ഏറെ ആവേശത്തോടെയാണ് ഈ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. ടൂറ് പോകണം, കൊട്ടൂർ പോകണം, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോവുകയുണ്ട്. സൗജന്യം പറഞ്ഞാൽ സൗജന്യം കൊടുക്കണം. നല്ല തന്നെയല്ലേ, നല്ല കാര്യമല്ലേ. പക്ഷെ നമുക്കിവിടെ KSRTC കുറവല്ലേ. വയോജന വകുപ്പ് രാജ്യത്ത് ആദ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. വയോജന വകുപ്പിന് പിന്നിൽ സ്വപ്നതുല്യമായ ലക്ഷ്യമുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. അങ്കണവാടി വർക്കർമാർക്ക് 1000 രൂപ കൂട്ടി. പാചകത്തൊഴിലാളികൾക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂടുതൽ സഹായമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ കൂട്ടി. സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.